ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ A&AGM. അപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് ഒരു മൈൻക്രാഫ്റ്റ് ഹാർഡ് കോർ സീരീസ് പാർട്ട് 3 ആയിട്ടാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷത്തെ പാർട്ടിൽ ഞാൻ ഇന്നലെയാണ് വീഡിയോ എടുത്തത്. അതിൽ നമ്മൾ ചെയ്തിരിക്കുന്നത് എന്താണ്, നമ്മൾ അയൺ കണ്ടുപിടിച്ച് നമ്മളെ സാഡിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ട ഒരു പണി ഒരു കുതിരേനെ കണ്ടുപിടിക്കുക. എന്നാലും നമുക്ക് ഈ സാഡിൽ നമുക്ക് ഇടിപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഇനി പറയാനുള്ളത് എന്താ വെച്ചാൽ, ഒരു കുതിരനെ കിട്ടിയിട്ട് വേണം നമുക്ക് ഇവിടെ ഈ ഭാഗത്തായിട്ട് നമുക്ക് വയ്ക്കാൻ പറ്റുള്ളൂ. ഞാൻ ഇതൊക്കെ പണിഞ്ഞു വെച്ചിട്ട് ഒരു കാര്യമില്ലാണ്ട്. ഓ ഗൈസ്, ഒരു കാര്യം കൂടി പണിയാനുണ്ട്. നമ്മൾ ഡോറ് പണിതില്ല. എന്ന് വെച്ചാൽ നമ്മുടെ കുതിരയ്ക്കിടാനുള്ളൊരു കൂടില്ലേ, ആ കൂടി ഡോറ് വേണം. അത് നമ്മൾ പണിതിട്ടില്ല. ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടാവും ഡോറ്. അതെ, ഈ ഡോറാണ് നമുക്ക് വേണ്ടത്. ഒരെണ്ണം പോരാ, സ്റ്റിക്കിലാന്ന് തോന്നുന്നു. സ്റ്റിക്കിന് എത്ര വേണം? സ്റ്റിക്ക് പോരാ ഗൈസ്, ആ സ്റ്റിക്കിൻ്റെ കുഴപ്പമാണ്. ഇവിടെ ഒരു സ്റ്റിക്ക് ഉണ്ടാക്കിക്കാം. ഗൈസ് 2 ആയിട്ടുണ്ട്. 2 നമുക്ക് ആവശ്യം. നമുക്ക് ഇതിട്ട് നമുക്ക് ഹാക്സ് തൽക്കാലത്തേക്ക് മാറ്റിക്കാം. അപ്പോൾ നമ്മൾ ഇതുകൊണ്ട് നേരെ ഉപയോഗിക്കാൻ പോവുകയാണ്. നമ്മുടെ വില്ലേജറൊക്കെ ഉണ്ട്, എല്ലാവരും സുഖത്തിലാണ്. 4 ഇപ്പോൾ. അതല്ലേ. അയ്യോ, ഞാൻ ഉദ്ദേശിച്ചത് ഇതാണ്, മാറിപ്പോയി. ഞാൻ ഇതാണ് ഡോറാണ് ഉദ്ദേശിച്ചത്. അതെ, നമുക്കിത് ഏകദേശം നമുക്ക് ഇവിടെ ഇടാം. കറക്റ്റാണില്ല. കണ്ടോ? അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഓർക്കുമ്പോൾ ആ കുതിരയ്ക്ക് ഇങ്ങനെ കടന്നു പോകാൻ പറ്റും. അല്ലെങ്കിൽ കുതിര ചാടിപ്പോവും. കുതിരയ്ക്ക് ചാടാനുള്ള ഇത്തിരി കഴിവ് കൂടുതലാണ്. അതെ, നമുക്കിത് ഇവിടെ ഇവിടേക്കാം. അയ്യോ, ഇതും കൂടെ അടയ്ക്കാണ്ടല്ലോ. അടച്ചു. ഓക്കെ. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ളത് എന്താ വെച്ചാൽ, നമുക്കൊരു ആടിനെ തപ്പണം. അത് നമുക്ക് പോണ വഴിയിൽ ഒരു ടോർച്ചൊക്കെ ഇട്ടിട്ട് പോകുന്നതൊക്കെ ഏറ്റവും ബെസ്റ്റ്. കാരണം നമുക്ക് രാത്രി വഴി മനസ്സിലാക്കണമെങ്കിൽ ഇത്തിരി പണിയാണ്. അപ്പോൾ പോണ വഴിക്ക് വെറുതെ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് വല്ല കുതിരനെ കാണണമെങ്കിൽ പിന്നെയും കുഴപ്പമില്ല. പക്ഷേ ഇവിടെ ഗൈസ് എന്താണിത്? ഗായ്സ് കിട്ടി. ഗായ്സ് കുതിരേനല്ല, ഒരു അടിപൊളി കേവാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. നമുക്കൊന്ന് ചെന്ന് ഇറങ്ങി നോക്കാം. നമ്മുടെ എന്തൊക്കെ ഉണ്ട് നോക്കട്ടെ. അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനങ്ങളൊന്നുമില്ല. നമുക്ക് പതുക്കെ ഇവിടുന്ന് പതുക്കെ ചെറുതായിട്ട് സ്റ്റെപ്പ് ഇറങ്ങി നോക്കാം. ഒരു വലിയൊരു കേവാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അത്യാവശ്യം വലുതാണ്. ഗൈസ്, ഇവിടെ കോള് വേണമെങ്കിൽ നമുക്ക് എടുക്കാം. നമുക്ക് ഈ ഭാഗത്തോട് തപ്പാനുണ്ട് ഗൈസ്. അപ്പോൾ ഞങ്ങൾ ടോർച്ച് കയ്യിലുണ്ട്, കുഴപ്പമില്ല. ഇവിടെ കോപ്പറാണ് ഇവിടെ ഉള്ളത്. ഗൈസ്, ഇവിടെ അയൺ ഈ ഭാഗത്ത് നമുക്ക് അയൺ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് എത്തിക്കണം. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് കല്ല് വെച്ച് പോവാം. എൻ്റെ ഗൈസ് സോംബി ഉണ്ട്. ഗൈസ് സോംബി നമുക്ക് അവനെ കൊന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. ചാടി വരുന്നില്ല. അയ്യോ എന്താണിത് ഇങ്ങനെ? ചത്തി. ഞങ്ങൾക്ക് ഈ ഭാഗത്തേക്ക് നമുക്ക് സ്റ്റോണുകൾ വെച്ചിട്ട് പോവാം. ആ ഭാഗത്തായിട്ടാണ് നമ്മുടെ അവയെ നിൽക്കണത്. നമുക്ക് തൽക്കാലത്തേക്ക് ഇങ്ങനെ പോവാം. നമുക്കിങ്ങനെ അയ്യോ ഭാഗ്യം, ഇപ്പം തന്നെ ചാവാണ്ടിരുന്നാണ്. കുറച്ചും കൂടി ഗൈസോട് ഇഷ്ടം പോലെ സോംബീസ് ഉണ്ട്. ഗൈസ് ചെറുതായിട്ടൊന്ന് പണി ഇട്ടിട്ടുണ്ട്. ചെറുതായിട്ടില്ല, അത്യാവശ്യം വലിയ പണിയാണ്. ചില ഷീൽഡ് പിടിച്ചിരിക്കുക, അല്ലെങ്കിൽ നല്ല പണി കിട്ടും. ഒരെണ്ണം ചത്തിട്ടുണ്ട്. ഇനി ഇഷ്ടം പോലെ വരാൻ കിടക്കുന്നുണ്ട്. പക്ഷെ എല്ലാം അവിടെ കുടുങ്ങിയിരിക്കുകയാണ്. നമുക്കെന്തായാലും ഇവിടെ നിന്ന് തന്നെ ചാടിപ്പോയി. നമ്മുടെ ഇഷ്ടം പോലെ സ്റ്റോണുള്ളതുകൊണ്ട് സീനില്ല. അയ്യോ, നമുക്കത് ഇവിടെ നിന്ന് ഇങ്ങനെ കല്ല് പിടിച്ചു പോവാം. നമുക്കിനി അവിടേക്ക് ഇങ്ങനെ ചാടണം. ഇവിടെ നിങ്ങൾക്കിങ്ങനെ വഴി ഉണ്ടാക്കാം.
ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് നമ്മുടെ അയ്യൻ്റെ പിക്കാച്ചാണ്. ആ ശുഭം. സ്റ്റോണിൻ്റെ പിക്കാച്ചാണ് ഗൈസ്. ഇതിവിടെയാണ് നമ്മുടെ അയ്യനുള്ളത്. ഏത് ഭാഗത്തായിരുന്നു ഞാൻ കണ്ടത്? എനിക്കിപ്പോൾ ഓർമ്മയില്ലല്ലോ. ഞാനേ മുകൾ ഭാഗത്ത് ഞാൻ ഒന്ന് പൊട്ടിക്കട്ടെ, അത് ചാടി കയറാൻ പറ്റുള്ളൂ. എനിക്കിനി ഇവിടെ പൊട്ടിച്ച് നോക്കാം. അയ്യനോട് നമുക്കിത് ഇവിടെ ഒന്ന് പൊട്ടിച്ച് നോക്കാം. അയ്യനോ അവിടെയാണോ? ഇപ്പോൾ ഇവിടുന്ന് തേങ്ങാനില്ല. ഈ ഭാഗത്ത് വെച്ചിട്ട് നമുക്കിത് ബി പ്രസ് ചെയ്തിട്ട് നമുക്ക് സൈഡിലേക്ക് നോക്കാം. താഴെ XP എടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ചെറുതായിട്ടൊന്ന് പെട്ട്. ഈ ഭാഗത്തൊന്നും അയ്യണ് കാണില്ല. ഇവിടെ ഞാൻ കണ്ടിരുന്നു, ഇപ്പോൾ കാണില്ല. നമുക്കെന്തായാലും ഇറങ്ങി നോക്കാം. താഴെ കുറച്ച് ഫുള്ള് ആക്കിയിട്ട് ഇറങ്ങി നോക്കാം. ഗൈസ് അപ്പോൾ നമ്മൾ മൂഞ്ചിട്ടുണ്ട്. നമ്മുടെ വേൾഡ് ഇതോടുകൂടി കഴിഞ്ഞ് നമ്മുടെ തേർഡ് പാർട്ടിൽ തന്നെ നമ്മളെല്ലാം ചത്തിട്ടുണ്ട്. ഞാൻ അറിയാതെ ബി പ്രസ് ചെയ്തിട്ട് നേരെ ഒറ്റയടിക്ക് ചാടിയാണ്. അത് ഇത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കിയ സംഭവമാണ് ഗൈസ്. ഇത്രയും അടിപൊളി വീട് കണ്ടില്ലേ ഗൈസ്? ഇത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കിയ സാധനം ഗൈസ്. അങ്ങനെ നമ്മൾ ഏത് കേവാണ് ഉദ്ദേശിച്ചത് അവിടെ എന്തിനുണ്ടോ നോക്കാം. ദേ നമ്മളിവിടെ ടോർച്ച് വെച്ചാണ് പോയത്. ഇതേ ഈ ഭാഗത്താണ് നമ്മൾ കണ്ടത്. ദേ ഇവിടെ ഇരുന്ന് കേസ് ചെയ്യാൻ കുറച്ചും കൂടി മുകളിൽ കിട്ടി നമുക്ക് തപ്പി കിട്ടിയതിനെ. ഞങ്ങൾക്ക് ദേ ഈ പാട്ട സ്വാമിയാണ് എന്നെ കൊന്നത്. ദേ ഇവൻ ഫുള്ളാർമ എൻ്റെ എല്ലാ സാധനം എടുത്ത് ഇവൻ്റെ എല്ലാം എടുത്ത്. നമുക്ക് ദേ ഇവിടെ അധികം ഇല്ല. ഇവിടെ ഇത്രേ ഉള്ളൂ. എന്നാലും അവിടെ അയ്യനുണ്ട്, നമുക്ക് യൂസ് ചെയ്യായിരുന്നു നല്ലോണം. എന്തായാലും നമ്മുടെ ഹാർഡ് കോർ സീരീസ് ഇതോടുകൂടി തീർന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത സീരീസ് നമുക്ക് എന്തെങ്കിലും കാണാം. പിന്നെ നമ്മൾ ഹാർഡ് കോർ സീരീസ് എന്ന് പറയുന്നത് ഇതോടുകൂടി കഴിഞ്ഞു. അപ്പോൾ അത് ഈ ഗൈസ് ഇവിടെ ഉണ്ടായിട്ടായി തൊട്ടടുത്തുണ്ടായി, അത് ഞങ്ങൾ കണ്ടില്ല. അപ്പോൾ അടുത്തൊരു മൈൻക്രാഫ്റ്റ് അല്ലെങ്കിൽ വേറൊരു ഗെയിമായിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അപ്പോൾ നിർത്താനായിട്ട് ആളില്ല ഗൈസ്, ആൾ ചത്തു. അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ ആ ബെല്ലേക്ക് കൂടി അമ്മിക്കോ ഗൈസ്. ഞാൻ പറഞ്ഞത് മാറിപ്പോയതാണ് ഗൈസ്. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. പെട്ടെന്ന് ഞാൻ അറിയാതെ ഒന്ന് എണീറ്റിട്ട് ആ കല്ലിൻ്റെ അപ്പുറത്തൊന്ന് മാറി ചാടിപ്പോയത്. ഒറ്റയടി വീണു. ആകെ ഒരു അരക്കട്ടി ഉണ്ടാവുള്ളൂ. ആ സമയത്താണ് ഞങ്ങൾ ചത്തത്. അപ്പോൾ അടുത്തൊരു സീരീസിൽ നമുക്ക് എന്തെങ്കിലും ഒരു സീരീസ് നമ്മൾ ഉണ്ടാക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. അതുവരെയും ബൈ.